നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായി പോയി വിശ്വം. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. തന്റെ കുഞ്ഞിനെയാണ് തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഈ കാര്യങ്ങളൊക്കെ പാറുവും അല്ലെങ്കിൽ അമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എല്ലാരും ഭയങ്കര സന്തോഷത്തില. വിശ്വം ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും പാറുവിന് എന്തൊക്കെയോ സംശയങ്ങളായി. പാറു പിന്നാലെ ചെല്ലുവാണ് വിശ്വത്തിന്റെ. എന്നിട്ട് ചോദിച്ചു, എന്താ വിശ്വം, എന്ത് പറ്റി? എന്താ മുഖമൊക്കെ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല. എന്തേലും പ്രശ്നമുണ്ടോ? ഡോക്ടറിന് എന്തേലും പ്രത്യേകിച്ച് എന്തേലും പറഞ്ഞോന്ന് ചോദിച്ചു. ഒന്നുമില്ല, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിശ്വത്തിന് അതിൻ്റെതായ ഒരു സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ. ഇവിടെ ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷത്തിലാ. പക്ഷെ ആ സന്തോഷമൊന്നും വിശ്വത്തിന് കാണാനില്ലോ എന്ന് പറഞ്ഞു. അത് പിന്നെ ഒന്നുമില്ല പാറു എന്ന് പറഞ്ഞു. പക്ഷെ പാറുവിന് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. വിശ്വം തന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു തോന്നലൊക്കെ മനസ്സിലുണ്ടായിരുന്നു. രാജലക്ഷ്മി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം പായസമൊക്കെ ഉണ്ടാക്കുവാണ്. സ്കാനിങ്ങും കാര്യങ്ങളും എന്തൊക്കെയോ ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ രാജലക്ഷ്മിക്ക് ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് വരുമോ, അല്ലെങ്കിൽ പാറുവിന് എന്തെങ്കിലും ആപത്ത് വരുമോന്ന്. ഡോക്ടർ ഉറപ്പ് പറഞ്ഞു ഒരു പ്രശ്നവും ഇല്ലെന്ന്. അതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ സന്തോഷമായത്. അങ്ങനെ രാജലക്ഷ്മി പായസമൊക്കെ ഉണ്ടാക്കി മുകുന്ദൻ മാഷിനും പാറുവിനൊക്കെ കൊടുക്കുക. അതിനുശേഷം വിശ്വത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, മോനെ ഇതാ പായസം കുടിക്കാനൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വിശ്വം പറഞ്ഞു, എനിക്ക് വേണ്ടമ്മേന്ന് പറഞ്ഞു. അതെന്താ, നിനക്ക് പായസം ഇഷ്ടമുള്ളതാണല്ലോ, നിനക്കിത് എന്ത് പറ്റിയടാ? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന എന്തോ മുഖത്തൊരു വല്ലാത്തൊരു മ്ലാനത. ഒന്നുമില്ലമ്മേ, എന്തോ നല്ല തലവേദന എടുക്കണ്ട്, അതിൻ്റെയാന്ന് പറഞ്ഞു. അല്ല ഹോസ്പിറ്റലിൽ മറ്റോ പോണെങ്കിൽ അതൊന്നും വേണ്ടമ്മേ, കുറച്ച് സമയം ഒന്ന് കിടന്നാൽ ശരിയാവുമെന്നും പറഞ്ഞിട്ട് വിശ്വം മുറിയിലേക്ക് കയറിപ്പോയി. വിശ്വത്തിന് നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാത്തൊരവസ്ഥ. ആ സമയം സേതുവും പല്ലവിയൊക്കെ പൊന്നുമടത്തിലേക്ക് തിരികെ പോരാനൊരുങ്ങുക. ഇനിയിപ്പോൾ അവിടെ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? മയൂരുടെ ശ്രീകാന്തിന്റെ വിവാഹം അത് നടക്കണമെങ്കിൽ ശ്രീകാന്തിന്റെ വീട്ടുകാർ സമ്മതിക്കണം. വേണുവിനും അതുപോലെ ലക്ഷ്മി അമ്മയ്ക്കും ഒക്കെ ശ്രീകാന്തിന്റെ മയൂരുടെ വിവാഹം നടത്താൻ സമ്മതമാണ്. പക്ഷേങ്കിൽ ഈ പറയുന്ന ശ്രീകാന്തിന്റെ വീട്ടുകാർ സമ്മതിക്കില്ലോ. അവരെ കൊണ്ട് എങ്ങനെയാലും സമ്മതിപ്പിച്ചല്ലേ മതിയാവുള്ളൂ. മയൂരി ആണെങ്കിൽ ശ്രീകാന്തിനെ മാത്രം വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ മയൂരി ഇരിക്കുന്നേ. ഒടുവിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വേണുഗോപാലിനോട് ലക്ഷ്മിയമ്മ പറയുന്നുണ്ട്, വേണുവേട്ട ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല. കാരണം ഒരുപക്ഷെ ശ്രീകാന്തിന്റെ വീട്ടുകാർ സമ്മതിച്ചില്ലെങ്കിൽ അവന് നമ്മളുടെ മോളെ വിവാഹം കഴിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മി, അവന് എൻ്റെ മോളെ ഇഷ്ടമുണ്ടെങ്കിൽ അവൻ വിവാഹം കഴിക്കും. ഇനിയിപ്പം ഞാനായിട്ടൊരു തടസ്സവും പറയത്തില്ല. മുമ്പ് ഞാൻ തടസ്സങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇനി അങ്ങനെയല്ല, ഞാൻ ഇനി ഒരു തടസ്സവും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അല്ല വേണുവേട്ട, നമുക്കൊന്നുകൂടെ ഒന്ന് പോയി സംസാരിച്ചാലോ? സംസാരിക്കാനോ? അല്ല കാരണം എന്താന്ന് വേണുവേട്ടൻ പറ. ആ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി രഘുവരനോട് സംസാരിക്കാം. ഇനി സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. അയാൾക്ക് ഞാൻ പറയുന്നൊന്നും മനസ്സിലാവാനും പോകുന്നില്ല. എൻ്റെ പഴയ ആ കാലത്ത് ഞാൻ അങ്ങനെ പല സംഭവങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ട്, അറിയാലോ. അതിൻ്റെ പേരിൽ ഇപ്പം എൻ്റെ മോളെ ക്രൂശിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മോളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നടത്തി കൊടുക്കുന്ന. അതിനിപ്പോൾ ഒരു മാറ്റവും ഇല്ല. അയാളുടെ സമ്മതമൊന്നും ഞാൻ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മയ്ക്കും ഭയങ്കര വിഷമമായി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരു സങ്കടമൊക്കെ ലക്ഷ്മി അമ്മയ്ക്കും ഉണ്ടായി. ആ സമയം പ്രതാപനും ഇന്ദ്രനും ഒക്കെ അങ്ങനെ അതിഗംഭീരമായിട്ട് ആഹാരം കഴിക്കുകയാണ്. ഊണെല്ലാം കഴിഞ്ഞിട്ട് പോയി റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇന്ദ്രൻ പ്രതാപനോട് പറഞ്ഞു, എന്നാലും എൻ്റെ പ്രതാപ, ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറി മറിയുന്നു. കല്യാണം മുടങ്ങിയല്ലോ. രാവിലെ ഒരുങ്ങിക്കെട്ടി ഒക്കത്തിനെ പോക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്. പ്രതാപൻ പറഞ്ഞു, എന്നാലും ഇന്ദ്ര, കല്യാണം മുടങ്ങിയല്ലോ, അതൊരു നല്ല കാര്യമല്ലേ? അതെ, നല്ല കാര്യം തന്നെയാ. ഇങ്ങനെ തന്നെ വേണമായിരുന്നു. ഈ കല്യാണം മുടക്കാനായിട്ട് മുമ്പേ നമ്മൾ എന്തൊക്കെ ചെയ്തു? ഇപ്പൊ ഒന്നും ചെയ്യാതെ തന്നെ കല്യാണം മുടങ്ങിയില്ലേ? അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണേന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ സേതുവും പല്ലവിയും കൂടെ വീട്ടിലേക്ക് വന്നു. അച്ചുവും ശ്രീഹരിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. സേതുവും പല്ലവിയാണ് ആദ്യം വരുന്നത്. അങ്ങനെ അവര് വീട്ടിലേക്ക് വന്ന് ഞാൻ പൂർണ്ണിമെന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഋതുവിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഋതു ആണെങ്കിലോ മുറിയുന്ന പോലും ഇറങ്ങിയില്ല എന്നുള്ള കാര്യം ബേബിച്ചേച്ചിയാണോ എന്ന് പറയുന്നത്. ഞാൻ ഫുഡുമായിട്ട് എന്ന് വിളിച്ചിട്ട് പോലും ഋതു കഥ പോലും തുറക്കാൻ കൂട്ടാക്കില്ല. അത് കേട്ടപ്പോൾ പല്ലവിക്കും ഭയങ്കര ബുദ്ധിമുട്ടായി. പല്ലവി സേതുവിനോട് പറഞ്ഞു, സേതുവേട്ട, അവൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നേ. അവൾ ഓരോ ദിവസം ചെല്ലുന്തോറും ആകപ്പാടെ പാനിക്കായിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, സേതുവേട്ടനും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് പോയി അവളോട് സംസാരിക്കാം. ഒരു പക്ഷേങ്കിൽ സേതുവേട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അനുസരിക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം സേതു പറഞ്ഞു, അല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ അനുസരിക്കും തോന്നുന്നുണ്ടോ? എനിക്ക് ഉറപ്പുണ്ട് അവൾ അനുസരിക്കുന്നേ, അനുസരിക്കാതിരിക്കില്ല. സേതുവണ്ണും കൂടെ എന്നോട് വാ, എന്നോടൊപ്പം വരാൻ പറഞ്ഞു. അങ്ങനെ സേതുവും പല്ലവിയും കൂടെ ഋതുവിന്റെ മുറിയിലേക്ക് വന്നു.
ഋതുവിന്റെ മുറിയിൽ ചെന്നിട്ട് കഥയെ മുട്ടുകയാണ്. ആര് കഥവ് തുറക്കാനായിട്ട്? ആരെങ്കിലും കഥ തുറക്കോ? അതിന് ഋതു ബോധം കെട്ട് കിടക്കുകയാണല്ലോ. കഥവ് തുറക്കാതെ കഴിഞ്ഞപ്പോഴത്തേനും പല്ലവി പറഞ്ഞു, മിക്കവാറും ഋതുവിന് നമ്മളോട് ദേഷ്യമായിരിക്കും. പല്ലവി പറഞ്ഞു, ഋതു ഇത് ഞാനാ പല്ലവി, നീ കഥവ് തുറക്കാൻ പറഞ്ഞു. എന്നിട്ടും ഒരു ഒച്ച എനക്കൊന്നും കേട്ടില്ല. ഇതെന്താ സേതുട്ട് അവളെ തുറക്കാത്തേന്ന് ചോദിച്ചു. ഫോണിനകത്തേക്ക് വിളിച്ചു പോകുമ്പോൾ ബെല്ലടിക്കുന്നുണ്ട്, കോൾ എടുക്കുന്നില്ല. സേതുട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് സേതു എന്ത് ചെയ്തു, കഥ ചവിട്ടി പൊളിക്കുവാണ്. ചവിട്ടി പൊളിച്ച് അകത്തേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഋതു അകത്ത് വീണ് കിടക്കുന്ന കാഴ്ചയാണ്. ദേ പല്ലവി എന്നും പറഞ്ഞുകൊണ്ട് സേതു അലറി വിളിക്കണം. പല്ലവി എന്നിട്ട് ഋതു എഴുന്നേക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഋതു എഴുന്നേക്കുന്നില്ല. എങ്ങനെ എഴുന്നേക്കാനാ? ബോധം കിട്ട് പോയിട്ട് കുറെ സമയം ആയിട്ടുണ്ടായിരുന്നല്ലോ. സേതുവേട്ട പിടിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ താഴേക്ക് ഇറക്കിക്കൊണ്ട് വരുമ്പോഴത്തേനും പൂർണ്ണിമ എന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. എന്താണെന്നറിയില്ലമ്മേ, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ, ഞാനും വരാം. വേണ്ട വേണ്ട, അമ്മയ്ക്ക് വയ്യാത്തല്ലേ, ഞങ്ങൾ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവരും കൊണ്ട് പോവാണ്. അപ്പോഴേക്കും ബേബി ചേച്ചി വന്നിട്ട് ചോദിച്ചു, അല്ല പൂർണ്ണിമേച്ചി, ഇതെന്തൊക്കെയാ ഇവിടെ സംഭവിക്കണേ? ഋതു മുറി ബോധമില്ലാതെ കിടക്കുമായിരുന്നോ? പൂർണ്ണിമയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. എൻ്റെ ദൈവമേ, എൻ്റെ മോൾ അവിടെ ബോധമില്ലാതെ കിടക്കുമായിരുന്നു. ഞാൻ കരുതിയത് അവൾ വാശിയോട് കൂടി ഇരിക്കുവന്ന. എന്നാലും ഒന്ന് പോയി നോക്കാൻ പോലും എനിക്ക് പോലും തോന്നിയില്ലല്ലോ. എൻ്റെ കുഞ്ഞിന് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു പൂർണ്ണിമയുടെ മനസ്സിൽ. ബേബി ചേച്ചി പറഞ്ഞു, ഞാനും പോയി വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും കരുതി ദേഷ്യപ്പെട്ടായിരിക്കും കഥ തുറക്കാത്തേന്ന്. ബോധമില്ലാതെ അന്ന് കിടക്കാനുള്ള കാര്യം അറിഞ്ഞില്ലോ എന്ന് പറഞ്ഞു. പിന്നീട് സേതു എന്ന് ഇന്ദ്രനോട് പറഞ്ഞു, എടാ ഇന്ദ്ര, ഋതുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട്, അവൾക്ക് എന്തോ വയ്യായിക എന്ന് പറഞ്ഞു. അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? എടാ നിന്റെ ഭാര്യയല്ലേ അവളെന്ന് ചോദിച്ചു. അതെ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്കത് ഇഷ്ടപ്പെടുത്തില്ല, അവൾ എന്നെ അവിടെ നിന്ന് ഓടിക്കുമെന്ന് പറഞ്ഞു. എടാ നിന്നെ ഓടിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. അമ്മയ്ക്ക് ഇതൊക്കെ പറയാം, പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പിന്നെ വേണേ ഒന്ന് പോയി നോക്കാം, ആർക്കാണ്ടോ വേണ്ടി എന്ന് വേണമൊക്കെ ഇന്ദ്രൻ പറയാണ്. ആ സമയം സേതുവും പല്ലവിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് ഋതുവിനും കൊണ്ട് പോകുന്ന വഴിക്ക് പല്ലവി പറഞ്ഞു, സേതുവേട്ട ഇനി എന്ത് ചെയ്യും? എനിക്കറിയില്ല, ഋതുവിന് എന്തെങ്കിലും സംഭവിക്കുക, ഋതുവിന് വയറ്റുപെടുന്ന കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ചോദിച്ചു. സമാധാനമായിട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർ നേരെ ഒബ്സർവേഷൻ മുറിയിലേക്ക് കയറ്റുവാണ്, പരിശോധിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഡോക്ടർ പരിശോധന എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അക്ഷമയോടുകൂടി സേതുവും പല്ലവിയും പുറത്ത് നിൽക്കുന്നുണ്ട്. സേതു ചോദിച്ചു, എങ്ങനെയുണ്ട് ഡോക്ടർ ഋതുവിന്? അതെ, ഒന്നും പറയാറായിട്ടില്ല. ആളിത്തിരി പാനിക്കാണ്, ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് അബോധാവസ്ഥയിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെയോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം പല്ലവി പറഞ്ഞു, ഡോക്ടറെ പറയുന്നുണ്ടെന്ന് തോന്നരുത്, ആൾക്ക് ഈ കുഞ്ഞു വേണം തന്നെ ഇല്ലായിരുന്നു. കുഞ്ഞു വേണമെന്നില്ലായിരുന്നു. അതെ, ഇതിനെ അബോർട്ട് ചെയ്ത് കളയാനായിട്ടായിരുന്നു തീരുമാനിച്ചിരുന്നേ. പക്ഷേങ്കിൽ അതിന് സാധിച്ചില്ല. അപ്പം അതിൻ്റെ ഒരു ഡിപ്രഷനും കാര്യങ്ങളും പുള്ളിക്കാരത്തേക്കുണ്ട്. ഉള്ളത് തുറന്നു പറയാലോ. കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ ഡോക്ടർ കുടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കുറച്ചാളായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്. ആ സമയം ഡോക്ടറോട് ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം, ഞാൻ ഉറപ്പൊന്നും പറയില്ല എന്ന് പറഞ്ഞു. കാരണം ഇനി സ്കാനും കാര്യങ്ങളൊക്കെ ചെയ്യണം, കുഞ്ഞിൻ്റെ കാര്യങ്ങളും ഒക്കെ അറിയണമെങ്കിൽ. അപ്പം അതിനൊക്കെ ശേഷം എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഋതുവിന് ബോധം വീഴുവാണ്. ഋതു നോക്കിക്കഴിഞ്ഞപ്പോൾ താവ് ഹോസ്പിറ്റലാണ്, എന്തിനാ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടേക്കുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഋതു അവിടെ കിടന്ന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയാണ്. കയ്യിലിട്ടിരിക്കുന്ന ഡ്രിപ്പും കാര്യങ്ങളൊക്കെ വലിച്ചു പറിച്ച് കളയാനായിട്ട് നോക്കി. പക്ഷേങ്കിൽ നേഴ്സുമാർ വന്ന് കയ്യിലേക്ക് പിടിച്ചു, അടയും കിടക്കാൻ പറയണം. പക്ഷെ ഋതു എഴുന്നേറ്റ് ഓടാനാ നോക്കുന്നത്. എനിക്കിവിടെ കിടക്കണ്ട, എനിക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞു ഋതു വല്ലാതൊരവസ്ഥയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. അപ്പോഴേക്കും ഒരു നേഴ്സ് അങ്ങോട്ട് വന്നിട്ട് പല്ലവിയെ വിളിക്കുകയാണ്. അങ്ങനെ പല്ലവി അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും ആ കയ്യേറ്റിന്ന് ട്രിപ്പൊക്കെ പറിച്ചു കളഞ്ഞ് ഓടിപ്പോകാൻ തുടങ്ങുന്ന ഋതുവിനെ കാണുന്നത്. അങ്ങനെ പല്ലവി അവിടെ ചെന്ന് ഋതുവിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ഋതു ആകെപ്പാടെ ടയേർഡായി പോയിട്ടുണ്ടായിരുന്നു. വല്ലാത്തൊരവസ്ഥയിലേക്ക് ഋതു വീണു പോവുകയാണ്. അപ്പം അതിൻ്റെ അവസ്ഥയൊക്കെയാണ് കാണുന്നത്. നാളെ ആ കഥയൊക്കെയായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പം ഋതുവിൻ്റെ കുഞ്ഞിനെ ഒരുമിച്ച് കിട്ടാൻ വഴിയില്ല. കാരണം ഋതുവിൻ്റെ ബോഡി അത്രമാത്രം വീക്കായിരുന്നു. കുഞ്ഞിനെ മാത്രം രക്ഷിച്ചെടുക്കാൻ പറ്റും, ഋതുവിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല. അപ്പോൾ ആ കഥയ്ക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.